ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നാഗർകോവിൽ സ്പെഷ്യാലിറ്റീസ്, നാഗർകോവിലിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു നഗരവും കന്യാകുമാരി ജില്ലയുടെ ആസ്ഥാനവും കൂടിയാണ് നാഗർകോവിൽ എന്നത്. ഇത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5,72,839 ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 61.39 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നാഗർകോവിലിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം നാഗങ്ങളുടെ ക്ഷേത്രം, നാഗരാജ ക്ഷേത്രം എന്ന പേരിൽ നിന്നുമാണ് ഇതിനെ നാഗർകോവിൽ എന്ന പേര് ഇതിന് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാഗർകോവിൽ. അതായത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രകൃതി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് നാഗർകോവിൽ എന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പെനിൻസുലയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു നാഗർകോവിൽ. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. നാഗർകോവിൽ കന്യാകുമാരി ജില്ലയുടെ ആസ്ഥാനം. നാഗർകോവിലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലം മുതൽ തന്നെ ഇതൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. അതായത് 14-ാം നൂറ്റാണ്ടിലൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു നാഗർകോവിൽ എന്നത്. അതായത് നാഗർകോവിൽ ഗ്രാമ്പു ഒക്കെ വളരെ പേരുകേട്ടതായിരുന്നു. ഗ്രാമ്പു, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശമായിരുന്നു നാഗർകോവിൽ എന്നത്. അതുകൊണ്ട് തന്നെ അറബികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു നാഗർകോവിൽ എന്ന് തന്നെ പറയാം. പിന്നീട് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ധാന്യപ്പുര എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് തിരുവിതാംകൂറിൻ്റെ ധ്യാനിപ്പുര എന്ന പേരിലായിരുന്നു നാഗർകോവിൽ അറിയപ്പെട്ടിരുന്നത്. 1956 വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചു. 1956 തന്നെയാണ് തമിഴ്നാട് രൂപീകരിച്ചത്. അപ്പോൾ കന്യാകുമാരിയും നാഗർകോവിലും തമിഴ്നാടിനോട് ചേരുകയായിരുന്നു. അതിനു മുമ്പ് വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു നാഗർകോവിൽ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.